എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുർബാനയിൽ നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൽ ആത്മാർത്ഥമായി അങ്ങേ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചവർ. ഈ ആരാധനയിലൂടെ അങ്ങേക്ക് മഹത്വം കരയറ്റുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾക്കും ജീവനുള്ള അപ്പമായ ക്രിസ്തുവിനെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണം. ഈ പ്രിയ ജനത്തോടും അടിയനോടും മനസ്സറിയണം. ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും കൂടെ ആയിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാധനയിലൂടെ ദൈവിക സാന്നിധ്യബോധം ഉണരുവാൻ, ആരാധനയിലൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ, ആരാധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരല്പം ഇരിക്കുവാനുമാണ് നാം ദൈവസന്നിധിയായിരിക്കുന്നത്. ഈ സമയം ഏകാഗ്ര ഹൃദയത്തോടും ദൈവഭയത്തോടും ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ സ്പർശിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ആരാധനകൾ ആത്മീയ ഉണർവിന്റെ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുവാനായിട്ട് സാധിക്കും. ആ ഒരു അനുഭവമാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് അഭികാമ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഉണർവോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ തിരുവത്താഴം എന്ന കൂദാശയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സ്നാനം എന്ന കൂദാശയെ കുറിച്ച് നാം ചിന്തിച്ചു. ഇന്നത്തെ ചിന്ത വിശുദ്ധ തിരുവത്താഴം എന്ന കൂദാശ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതായ രണ്ട് കൂദാശകളാണ് വിശുദ്ധ സ്നാനവും വിശുദ്ധ തിരുവത്താഴവും. ലൂക്കോസ് 22:19 യേശു പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന യേശു ക്രിസ്തുവിന്റെ കൽപ്പനയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും സഭയുടെ ആരംഭം മുതൽ ഇന്നയോളം തുടർന്നു വരുന്നതും ക്രിസ്തു വിശ്വാസത്തെ ചൈതന്യവത്താക്കി തീർക്കുന്നതും ക്രൈസ്തവ സഭയുടെ മുഖ്യ സാക്രമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ തിരുവത്താഴം എന്ന കൂദാശ. ഇപ്പോൾ സാക്രമന്റ് അഥവാ കൂദാശ എന്ന് പറഞ്ഞാൽ ഈ തിരുവത്താഴത്തിനും സ്നാനത്തിനും വരുന്നവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് അതായത് അദൃശ്യനായ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ ദൃശ്യമായ അടയാളങ്ങളോടുകൂടി ക്രൈസ്തവ സഭ നിർവഹിക്കപ്പെടുന്ന വിശുദ്ധ ശുശ്രൂഷയാണ് ഈ സാക്രമന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തു മാർഗത്തിൽ ഏറ്റവും ഭയഭക്തിയോടുകൂടെ നിർവഹിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ തിരുവത്താഴം. ഇപ്പൊ കർത്താവിന്റെ ഈ അത്താഴം എന്ന പേരിനാൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ക്രൈസ്തവ സഭയിലെ ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കൂദാശയാണ്. ഈ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് അനേക പേരുകൾ വേദപുസ്തകത്തിലും വിവിധ സഭാ വിഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്നും സ്തോത്രാർപ്പണം എന്ന് അർത്ഥം വരുന്ന വിശുദ്ധ യൂക്കറിസ്റ്റ് എന്നും സുറിയാനി
ഭാഷയിൽ കുർബാന എന്നും റോമൻ കത്തോലിക്ക സഭ ദിവ്യ ബലി അഥവാ കൂട്ടായ്മ ഭോജനം എന്ന പേരിനാലും ആംഗ്ലിക്കൻ സഭ പാരമ്പര്യത്തിൽ ഇതിനെ വിശുദ്ധ സംസർഗം അഥവാ കർത്താവിന്റെ അത്താഴം എന്ന പേരിനാലും അറിയപ്പെടുന്നു. ഇപ്രകാരമുള്ള വിവിധങ്ങളായ പേരുകൾ നമ്മുടെ സഭകളിൽ നിലനിൽക്കുന്നുവെങ്കിലും നമ്മുടെ ക്രൈസ്തവ സഭ ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ നിന്നും കടന്നു വന്നതായതുകൊണ്ട് നാം പറയപ്പെടുന്നത് കർത്താവിന്റെ അത്താഴം അഥവാ വിശുദ്ധ സംസർഗ ശുശ്രൂഷ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കർത്താവിന്റെ അത്താഴം എന്ന ഈ ഒരു വിഷയം നാം ചിന്തിക്കുമ്പോൾ സമവീക്ഷണ സുവിശേഷങ്ങളായിരിക്കുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ് തുടങ്ങിയതായ സുവിശേഷങ്ങളിൽ ഈ കർത്താവിന്റെ അത്താഴത്തെ കുറിച്ചുള്ള സംസ്ഥാപന വാക്കുകൾ വളരെ വ്യക്തമായി കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നതായും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ കുറിച്ചുള്ള സംസ്ഥാപന വാക്കുകൾ അതിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും അത് കർത്താവിന്റെ അത്താഴം എന്ന കൂദാശയുടെ ആത്മീയ തലങ്ങളിലേക്കുള്ള അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വളരെ വ്യക്തമായി കർത്താവിന്റെ അത്താഴത്തിലൂടെ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും വിശ്വാസത്താൽ നാം പാനം ചെയ്യുകയും അതിലൂടെ ജീവന്റെ അപ്പമായ കർത്താവായ യേശുവിനെ നാം സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ജീവസുദ്ധമായ ഒരു അനുഭവങ്ങളിലേക്കും മരണകരമായ അനുഭവങ്ങളിൽ നിന്നും വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന് നിത്യജീവന് ഓഹരിക്കാരായി തീരുന്ന ഒരു ആത്മീയ പരിവർത്തനത്തിന്റെ ചരിത്രമാണ് നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് 2-3 ചുരുക്കം ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവിന്റെ അത്താഴത്തിലൂടെ യേശു ജീവന്റെ അപ്പം എന്ന് വിശ്വാസത്താൽ നാം പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി മുന്നൊരുക്കുകയും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കർത്താവിന്റെ അത്താഴത്തിലൂടെ യേശുവിനെ ജീവന്റെ അപ്പം എന്ന് നാം വിശ്വാസത്താൽ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ യേശു പറയുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഇവിടെ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അവകാശപ്പെടുന്നതായിട്ട് നാം പഠിക്കുന്നുണ്ട്. അതിൽ ഒരു അവകാശമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. 6-ന്റെ 35-ാം വാക്യത്തിലും ഞാൻ ജീവന്റെ അപ്പം എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ വേദപുസ്തക പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ അടയാളത്തിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നത് ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്നുള്ളത്. പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു പോയതായി വേദപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ 6-ന്റെ 33 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതുമാകുന്നു. അപ്പോൾ ദൈവം നമുക്കായി ഒരുക്കിയ ജീവനുള്ള അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും മനുഷ്യർക്ക് ജീവൻ നൽകുന്നതുമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിൽ സംഭവിച്ചപ്പോൾ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്നും മനുഷ്യനെ ജീവന്റെ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ. ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ഭൂമിയിൽ അവതരിക്കുകയും യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മെ ജീവനുള്ള അനുഭവത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ മരണകരമായ അനുഭവങ്ങൾ
വിശ്വാസത്താൽ നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന അനുഭവത്തെയാണ് അത് തിരുവത്താഴം എന്ന കൂദാശയിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവായ യേശു തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുകയാണ്. അതെ, ഇന്ന് മരണകരമായ അനുഭവങ്ങളിൽ ലോകമാനവ ജനത എത്തി നിൽക്കുകയാണ്. അത് പലവിധമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ക്ഷണനേരങ്ങൾ കൊണ്ട് മനുഷ്യൻ മരണത്തിന് വിധേയപ്പെടുന്നു. സുഖമായി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഉണരാമെന്ന് ചിന്തിച്ച അനേകായിരക്കണക്കിന് ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് പലവിധമായിരിക്കുന്ന അപകടങ്ങളിലൂടെ അതിൽ പലരും ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു. ചിലർ വളരെ ആരോഗ്യകരമായ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. പലരും പലവിധമായിരിക്കുന്ന അപകടങ്ങളിൽ പെടുന്നു. പലരും അവരുടെ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് ജീവിത ശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമായ ഈ കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ജീവസുദ്ധമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലവിധ കാരണങ്ങൾ മനുഷ്യ ജീവിതത്തെ മരണകരമായ അനുഭവങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. അവന്റെ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ, ലോകം നൽകുന്ന പ്രലോഭനങ്ങൾ, ഇന്ന് പ്രകൃതിയുടെ താണ്ഡവങ്ങൾ, പലവിധമായിരിക്കുന്ന രോഗങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ മരണകരമായ അനുഭവങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇന്ന് യുവജനതയെ മാത്രമല്ല പലരെയും അത് മരണകരമായ അനുഭവങ്ങളിലേക്ക് എത്തിക്കുന്നതായ ഭയാനകമായ അനുഭവങ്ങളാണ് മദ്യവും മയക്കുമരുന്നുകളും. പലരും ജഡത്തെ പ്രലോഭിപ്പിക്കുന്നതായ അനുഭവങ്ങളിലേക്ക് അവരുടെ ജീവിതം നാശോന്മുഖമായ അനുഭവങ്ങളിലേക്ക് വഴി നടത്തുന്നു. പലരും അഹംഭാവത്തിലൂടെ, ഞാനെന്ന ഭാവത്തിലൂടെ അഹങ്കരിക്കുക മൂലം അവരുടെ ജീവിതവും മരണകരമായ അനുഭവങ്ങളിൽ എത്തി നിൽക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു കൽപ്പിക്കുകയാണ്. യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പത്തെ, അതായത് യേശുവാകുന്ന ഈ അപ്പത്തെ വിശ്വാസത്തോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഒരു ജീവസിദ്ധമായ അനുഭവത്തിലൂടെ നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പലരും ജീവനുണ്ടെങ്കിലും മരണകരമായ അനുഭവങ്ങളിലും മരണത്തിന്റെ താഴ്വരകളിലൂടെ ജീവിതയാത്ര നയിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ വിശുദ്ധ കർത്താവായ യേശുവിനെ ജീവന്റെ അപ്പമായി അത് നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു അനുഭവം, ഉണർവിന്റെ അനുഭവം, ജീവസിദ്ധമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചിന്ത, കർത്താവിന്റെ അത്താഴം പുതിയ കൂട്ടായ്മയുടെ സംസ്ഥാപനമാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് കൂട്ടായ്മകൾ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതേ, അയൽക്കൂട്ടങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ, രാഷ്ട്രീയ കുടുംബ യോഗങ്ങൾ, മറ്റ് സംഘടനകളുടെ കൂട്ടായ്മകൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ പുനർജീവിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ കർത്താവിന്റെ അത്താഴം ഒരു പുതിയ കൂട്ടായ്മയുടെ സംസ്ഥാപനമാണ്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റ് ഒരു കൂട്ടായ്മകൾക്കും നൽകുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു ആത്മീയ ഉണർവും ഈ ലോകപരമായ ദൈവിക അനുഗ്രഹങ്ങൾക്കും അത് മുഖാന്തരമായി തീരുകയാണ്. നമുക്കറിയാമല്ലോ, ഈ നാളുകളിലെ കൂട്ടായ്മകളിൽ പലവിധമായിരിക്കുന്ന വേർതിരിവുകളുണ്ട്, ഉച്ചനീചത്വങ്ങളുണ്ട്, അതെ, പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളോ, പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഏതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും സംഗമിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് വിശുദ്ധ തിരുവത്താഴം എന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു വിധമായ ക്ലാസിഫിക്കേഷനുകളോ ഏതൊരു വിധമായ വലുപ്പ ചെറുപ്പങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ എല്ലാവരും സഹോദരങ്ങളായി, അഥവാ ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾ എന്ന സമഭാവനയോടുകൂടെ എല്ലാ
ഒരുമിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അത് കർത്താവായ യേശുവിന്റെ അത്താഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊരു വിധമായ വേർതിരിവുകളുമില്ല, എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ഒന്നായി കാണുന്ന, അത് ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾ എന്ന ആ ഒരു സന്തോഷകരമായ അനുഭവത്തിൽ സമഭാവനയോടുകൂടെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച യോഹന്നാൻ 6:56, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അത് ഈ കൂട്ടായ്മയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യർ തമ്മിൽ സമഭാവനയോടുകൂടെ ഒരുമനപ്പെടുന്ന ഒരു വേദിയാണ് കർത്താവിന്റെ അത്താഴം. ഏതൊരു വലുപ്പ ചെറുപ്പമോ വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരും സഹോദര മനോഭാവത്തോടുകൂടെ ആയിത്തീരുന്ന ഒരു അനുഭവമാണ്. രണ്ടാമത്, ദൈവവുമായി നാം അത് അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ തലമാണ് ഈ കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അത്താഴത്തിൽ നാം എല്ലാവരും എല്ലാ വേർതിരിവുകളും, എല്ലാ വിഭാഗീയതകളും, എല്ലാ ശത്രുതകളും മറന്ന് സമന്മാരായി ദൈവത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയുടെ തുടക്കം നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വസിക്കുവാൻ പോകുന്ന ഒരു അനുഭവമാണ്. യേശു പറയുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഒരു സമഭാവനയോടുകൂടെ കർത്താവിന്റെ അത്താഴത്തിൽ ദൈവാലയത്തിന്റെ അൾത്താരയിലേക്ക് കടന്നു വന്ന് നാം സ്വീകരിക്കുമ്പോൾ അവിടെ ഒന്നാമത് സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ, അതിനോടൊപ്പം തന്നെ ദൈവവുമായുള്ളതായ ഒരു കൂട്ടായ്മയായി നാം ജീവനുള്ള ദേഹിയായി തീരുന്ന ഒരു ആത്മീയ അനുഭവം. ജീവന്റെ അപ്പമായ കർത്താവായ യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം നാം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ യേശു എന്നിൽ കൂടെ എന്നുള്ള ഒരു അനുഭവം. അതിനെയാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അപ്പൊ യേശുവിനെ ഉൾക്കൊള്ളുന്ന ജീവസുറ്റതായ ശരീരങ്ങളായി നാം മാറ്റപ്പെടുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കൂട്ടായ്മയാണ്, പ്രിയമുള്ളവരെ, വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവവും മണ്ണിൽ നിന്ന് കയറി വന്ന മനുഷ്യനും സംഗമിക്കുന്ന ഒരു സംഗമവേദിയാണ് ഈ തിരുവത്താഴം എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന ദൈവം സ്വർഗ മഹിമകൾ വെടിഞ്ഞ്, സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ ഭൂമിയിൽ താണിറങ്ങി ക്രൂശിന്റെ മരണത്തോളം വിധേയപ്പെട്ട് ആ യേശുവിന്റെ രക്തവും യേശുവിന്റെ ശരീരവും ജീവനുള്ള അപ്പമായി നമുക്ക് നൽകിയ ആ കർത്താവായ യേശു വിണ്ണിൽ നിന്ന് ഇറങ്ങി ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും അത് മണ്ണിൽ നിന്ന് കയറി വന്ന മനുഷ്യൻ, അതായത് മണ്ണിൽ അധ്വാനിക്കുന്നവൻ, മണ്ണിനാൽ മെനയപ്പെട്ടവൻ, പാപത്തിന് അടിമപ്പെട്ടവൻ, ഈ മനുഷ്യൻ മണ്ണിൽ നിന്ന് കയറി വന്ന് തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഒരു വിനയഭാവത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ദൈവവും മനുഷ്യനുമായി സംഗമിക്കുന്ന ഒരു ആത്മീയ തലമാണ് വിശുദ്ധ തിരുവത്താഴം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത, കർത്താവിന്റെ അത്താഴം നിത്യ ജീവൻ നൽകുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അത്താഴത്തെ കുറിച്ച് നാം പഠിച്ചത്, ഒന്ന്, ജീവസുറ്റതായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവിന്റെ അത്താഴത്തെ കുറിച്ച് നാം ഇവിടെ ചിന്തിച്ചത് ഇപ്രകാരമാണ്, അതായത് കർത്താവിന്റെ അത്താഴം പുതിയ ഒരു കൂട്ടായ്മയുടെ തലം നമുക്ക് വേണ്ടി നൽകുന്നു. മൂന്നാമതായിട്ട് കർത്താവിന്റെ അത്താഴം നിത്യ ജീവൻ നൽകുന്ന ഒരു അനുഭവമാണ്. 6-ാം അധ്യായത്തിന്റെ 54-ാം വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് മരണമില്ലാത്ത അവസ്ഥയെ കുറിക്കുന്നു. യേശുവിന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ അത്താഴത്തിലൂടെ വിശ്വാസത്താൽ യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ നാം നിത്യജീവന് അവകാശികളായി തീരുന്നു എന്നാകുന്നു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് ജീവസുറ്റതായ അനുഭവത്തിൽ ജീവിക്കുന്നതും
ഒരു പുതിയ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ അവകാശമാക്കുന്നതുമായ ഒരു കർത്താവിന്റെ അത്താഴം എന്ന കൂദാശ വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും കൂടെ നാം സ്വീകരിക്കേണ്ടതായ ഒരു അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്: യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 17:3. ഏക സത്യദൈവത്തെയും അവന്റെ പുത്രനായ യേശുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഏക സത്യദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ആ യേശുവിനെ വിശ്വാസത്താൽ ജീവന്റെ അപ്പമായി നാം സ്വീകരിക്കുന്ന വിശുദ്ധ തിരുവത്താഴം എന്ന കൂദാശ നമ്മെ ഈ ലോകത്ത് ജീവശുദ്ധമായ അനുഭവത്തിൽ ജീവിക്കുവാൻ, പുതിയ ഒരു കൂട്ടായ്മയുടെ തലത്തിലൂടെ സമഭാവനയിലൂടെ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നിലനിൽക്കുവാനും, അതേ കർത്താവായ യേശു വിഭാവനം ചെയ്ത നിത്യജീവനിൽ പ്രവേശിപ്പിക്കുവാനും നമുക്ക് ആത്മീയ ബലം നൽകുന്നതാണ്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ മുറുക്കി ലോക മാനവ ജനതയ്ക്ക് വേണ്ടി നൽകുകയാണ്. അതേ ജീവനുള്ള അപ്പമായി, ജീവിപ്പിക്കുന്ന രക്തമായി യേശു തന്നെ തന്നെ മുറക്കപ്പെട്ട് കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ യേശുവിന്റെ പുണ്യാകരത്വം, ആ യേശുവിന്റെ ജീവിപ്പിക്കുന്ന ശരീരം നമ്മെ ജീവസിദ്ധതായ അനുഭവത്തിൽ, ഈ ലോക ജീവിതത്തിൽ ജീവസിദ്ധതായ അനുഭവത്തിൽ ജീവിക്കുവാനും, സമഭാവനയുടെ പുതിയ ഒരു കൂട്ടായ്മയുടെ തലം തുറക്കുവാനും, നിത്യജീവന് അവകാശികളായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.